ഓപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഏത് മെക്കാനിസം വഴിയാണ് ലൈറ്റ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് കുറച്ച് ഫിസിക്കൽ ഫിനോമിന, ലൈറ്റിൻ്റെ കുറച്ച് ഫിസിക്കൽ ഫിനോമിന നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടി വരും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പാത്തിലുണ്ടാവുന്ന ചേഞ്ചാണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് പാത്ത് ഓഫ് ലൈറ്റ് ആസ് ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പോൾ ഈ റിഫ്രാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു പാരാമീറ്റർ ഉണ്ട്. ആ പാരാമീറ്ററാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമ്മൾ എൻ എന്നും മ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. ദാറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ ഇത് നമ്മളൊരു മീഡിയം ഏതൊരു മീഡിയം എടുത്തു. നമ്മൾ ആ മീഡിയത്തിന് രണ്ട് ടൈപ്പിലാണ് പറയാം. ഒന്ന്, ആ മീഡിയം ഡെൻസർ മീഡിയ എന്ന് പറയും, അല്ലെങ്കിൽ ആ മീഡിയം റെയറർ മീഡിയ എന്ന് പറയും. ഈ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് മീഡിയത്തിന് പറയാം. ഒരു പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവാണ്. ഇനി ഒരു പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റി കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റേഷ്യോ എഴുതിയിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയമാണ്. അപ്പോൾ വെലോസിറ്റി കുറവാണ് എന്ന് പറയുമ്പം ഇവിടെ ഡിനോമിനേറ്ററിലാണ് മീഡിയത്തിലുള്ള വെലോസിറ്റി. ആ മീഡിയത്തിലുള്ള വെലോസിറ്റി കുറവാണ് എന്ന് പറയുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഡിനോമിനേറ്റർ കുറവാകുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഹൈ ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇവിടെ ഡിനോമിനേറ്ററിലാണ് മീഡിയത്തിലുള്ള വെലോസിറ്റി. മുകളിലത്തെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അത് നമുക്കറിയാം 3 × 10⁸ m/s ആണ്. ഇത് മാറുന്നില്ല, ഡിനോമിനേറ്ററിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഇനി നമ്മൾ വേറൊരു മീഡിയം എടുത്തു. വേറൊരു മീഡിയത്തിലെടുത്ത് നോക്കുമ്പോൾ അവിടെ ലൈറ്റിൻ്റെ വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ വെലോസിറ്റി കൂടുതലുള്ള മീഡിയം, അതായത് ഡിനോമിനേറ്ററിലുള്ള വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഈ റേഷ്യോ എന്താവും? കുറവായിരിക്കും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിനെ നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയത്തിനെ നമ്മൾ റെയറർ മീഡിയം എന്ന് പറയും. അപ്പോൾ അത് ആ ഡെൻസർ മീഡിയത്തിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും, റെയറർ മീഡിയത്തിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ രണ്ട് മീഡിയംസ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ലൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ പറയുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ രണ്ട് മീഡിയം എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ട് മീഡിയം ഉണ്ട്. രണ്ട് മീഡിയത്തിൽ ഒന്നാമത്തെ മീഡിയം റെയറർ മീഡിയം ആണെന്ന് വിചാരിക്കാം, രണ്ടാമത്തെ മീഡിയം ഡെൻസർ മീഡിയം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വര വരച്ചിരിക്കുന്നത് രണ്ട് മീഡിയത്തിനും ഇടയ്ക്കുള്ള ഇൻ്റർഫേസ് ആണ്. ഒരു കാര്യം കൂടെ ഞാനിവിടെ വരയ്ക്കുകയാണ്, ഒരു നോർമൽ ലൈനും കൂടെ വരയ്ക്കുകയാണ്. രണ്ട് മീഡിയത്തിനും നോർമലായിട്ട് ഒരു ലൈൻ, ഇതാണ് നോർമൽ ലൈൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് മീഡിയത്തിൻ്റെയും ഇൻ്റർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ഞാൻ വരച്ചു. ഇനി നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റ് വരികയാണ്. ലൈറ്റ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് മാറുകയാണെന്ന് വിചാരിക്കാം. ഒരേ മീഡിയത്തിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ലൈറ്റിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ പാത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, നമുക്കറിയാം. പക്ഷേ ഇതിൽ രണ്ട് മീഡിയം വന്നു. അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം ഇതാണ് റെയറർ മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ്. അത് ഇവിടെ നമ്മുടെ ഇൻ്റർഫേസിലെത്തി. എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലൈറ്റ് ബെൻഡ് ചെയ്യും. കാരണം രണ്ട് മീഡിയംസ് ഉണ്ട്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റേ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് ഉണ്ട്. ഇവിടെ രണ്ട് മീഡിയമാണ്, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ലൈറ്റിനൊരു ചെറിയ ബെൻഡിങ് ഉണ്ടാവും. ഈ ലൈറ്റ് റേക്ക് ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും. അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ലൈറ്റ് ബെൻഡ് ചെയ്യുക നോർമലിലേക്ക് കൂടുതൽ അടുത്തുള്ള ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്യും. കണ്ടോ? ഇതിപ്പോൾ നോർമലിലേക്ക് കുറച്ച് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈറ്റ് ഇങ്ങനെ പോകുന്നതാണ് അല്ലേ? കാരണം ഈ പാത്തിലല്ലേ വരുന്നത്. ലൈറ്റ് ഇങ്ങനെ വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ലൈറ്റ് ഈ പാത്തിലങ്ങ് പോകുന്നതാണ്. പക്ഷേ ആ പാത്തിൽ പോയില്ല. അതിന് പകരം എന്ത് ചെയ്തു? ഈ ലൈറ്റ് ബെൻഡ് ചെയ്തു. നോർമലിനോട് കൂടുതൽ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. കാരണം എന്താ? ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ നോർമലിൻ്റെ അടുത്തേക്ക് ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത, ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് അവരുടെ ഇൻ്റർഫേസിലെത്തി, അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറിയിൽ എത്തിയതിന് ശേഷം റെയറർ മീഡിയത്തിലേക്ക് കിടക്കും. റെയറർ മീഡിയത്തിൽ ലൈറ്റ് നോർമലിൽ നിന്ന് പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുക. നേരത്തെ നോർമലിൻ്റെ അടുത്തേക്കായിരുന്നു, പക്ഷേ ഇത് നോർമലിന് പുറത്തേക്കാണ്.
ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? അത് ലൈറ്റ് ഇങ്ങനെ വരുന്നു, ലൈറ്റ് അതേ പാത്തിൽ അങ്ങ് പോകുന്നതാണ് വിചാരിക്കുക. പക്ഷേ ചെറിയ ബെൻഡിങ് ഉണ്ടാവും. ആ ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും വെൻ ദ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോഴുള്ള ലൈറ്റിൻ്റെ പ്രത്യേകത, ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഒരു ലോ നമുക്ക് പറയാം, അതായത് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മീഡിയം ഉണ്ട്. ഞാൻ താഴത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആയിട്ട് എടുക്കുന്നു. അതിൽ താഴത്തെ മീഡിയം ഡെൻസറും മുകളിലത്തെ മീഡിയം റെയററും ആയിട്ട് എടുക്കുന്നു. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഡെൻസറിൽ നിന്ന് റെയററിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്, ഇൻസിഡൻറ്റ് ലൈറ്റ്, അതായത് ഇവിടെ വന്ന് വീഴുന്ന ലൈറ്റ് അല്ലേ, ഇൻസിഡൻറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഇതാണ് ആ ആംഗിൾ അല്ലേ. ഇതിനെ ഞാൻ φ1 എന്ന് വിളിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ആംഗിൾ. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് എന്ത് പറ്റും, ലൈറ്റ് നോർമലിൽ നിന്ന് എവേ ആയിട്ട് ബെൻഡ് ചെയ്യും, ഇങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഇപ്പം ബെൻഡ് ചെയ്ത ലൈറ്റ് നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഞാൻ φ2 എന്ന് വിളിക്കുകയാണ്, റിഫ്രാക്റ്റഡ് ആംഗിൾ, അതായത് ഈ ആംഗിൾ, ഇതാണ് φ2. അപ്പോൾ 4 പാരാമീറ്ററാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ആദ്യത്തെ മീഡിയം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, രണ്ടാമത്തെ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. നമുക്കറിയാം ഡെൻസർ മീഡിയം ആണ് ആദ്യത്തെ, രണ്ടാമത്തെ റെയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ N1 വിൽ ബി ഗ്രേറ്റർ ദാൻ N2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഡെൻസർ മീഡിയത്തിനായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, ഇൻസിഡൻറ്റ് ആംഗിൾ, ലൈറ്റ് വന്ന് വീഴുന്ന ലൈറ്റ് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, റിഫ്രാക്റ്റ് ചെയ്ത ലൈറ്റ്, ബെൻഡ് ചെയ്ത ലൈറ്റ് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. എന്തായാലും φ2 കൂടുതലാണ് φ1നെക്കാളും. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോ പറയുന്നത് N1 sin φ1 ഈക്വൽ ടു N2 sin φ2 എന്നാണ്. ഇതാണ് സ്നെൽസ് ലോ. അപ്പോൾ ഇതിന് ഈ ലോ വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം, sin φ1 ഡിവൈഡഡ് ബൈ sin φ2 ഈക്വൽ ടു ഈ N1 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ N2 ഡിവൈഡഡ് ബൈ N1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്നെൽസ് ലോ. ഇനി ഞാൻ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുകയാണെന്ന് വിചാരിക്കുക, അതായത് ഇതാണ് φ1. ഈ φ1 കൂട്ടുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. φ1 ഇനിയും കൂട്ടുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. അവസാനം ബെൻഡ് ചെയ്ത് ഈ റേ എന്ന് പറയുന്നത് ഈ സർഫസിൽ കൂടെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. എങ്ങനെയാണ്, ഞാനിങ്ങനെ φ1 ഇവിടെ കൂട്ടുന്നതിനനുസരിച്ച് ഈ റേ കൂടുതൽ നോർമലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് വരും. അവസാനം ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആംഗിളിലാണ് ഞാൻ റേനെ ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഈ സർഫസിൽ കൂടെ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി വിത്ത് ദ നോർമൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ φ2 സെക്കൻഡ് റിഫ്രാക്റ്റഡ് ആംഗിൾ എത്രയായിട്ട് മാറും, 90 ഡിഗ്രി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഞാൻ ഏത് ആംഗിളിൽ ലൈറ്റിന് ഇൻസിഡൻറ്റ് ചെയ്തപ്പോഴാണോ 90 ഡിഗ്രിയിൽ റിഫ്രാക്റ്റഡ് റേ പോയത്, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ്, ഞാനൊരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്ന സമയത്ത് നോർമലായിട്ട് റേ റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഞാൻ ആ ഇൻസിഡൻറ്റ് ആംഗിൾ കൂട്ടി ഒരു പർട്ടിക്കുലർ ആംഗിൾ എത്തുന്ന സമയത്ത് റിഫ്രാക്റ്റ് ചെയ്ത റേ ഡെൻസർ മീഡിയത്തിൻ്റെയും റെയർ മീഡിയത്തിൻ്റെയും നടുവിലുള്ള ബൗണ്ടറിയിൽ കൂടെ പാസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രി ആയി മാറുന്നു. ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. പ്രത്യേകം ഓർക്കണം, നമ്മൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. കാരണം അപ്പോൾ മാത്രമേ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോഴേ നമ്മുടെ റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് ബെൻഡ് ചെയ്യുള്ളൂ. ഇനി ഞാൻ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആണ് ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നതെങ്കിലോ, ഇപ്പോൾ ഓൾറെഡി ഈ ബൗണ്ടറിയിലെത്തി, ഇനിയും കൂടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് പോവാതെ അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, if we are incidenting the light at an angle which is greater than critical angle, the light will reflect in the same medium. അങ്ങനെയുള്ള പ്രോസസ്സിനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ TIR മുഖാന്തിരമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ നമ്മുടെ ലൈറ്റ് സിഗ്നൽസ് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ റേ എന്ത് പറ്റി, സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. ഇനി ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് സ്നെൽസ് ലോനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, സൈൻ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിളിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ തീറ്റ എന്താണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഫൈ എന്താണ്, ഫൈ സി, അതായത് ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 സൈൻ, നമുക്കറിയാം ഇൻസിഡൻറ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ആംഗിളിലാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി, സർഫസിന് പാരലായിട്ടല്ലേ പോവാം. ഓക്കെ, നമുക്കറിയാം സൈൻ 90 1 ആണ്. അപ്പോൾ N1 സൈൻ ഫൈ സി ഈക്വൽ ടു N2 എന്ന് കിട്ടും. അപ്പോൾ സൈൻ ഫൈ സി ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 എന്ന് കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, സൈൻ ഇൻവേഴ്സ് ഓഫ് N2 ഡിവൈഡഡ് ബൈ N1 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മുഖാന്തരമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഒന്ന്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസർ എന്ന് റെയറർ മീഡിയത്തിലേക്കായിരിക്കണം. രണ്ടാമത്തത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് φ1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ 2 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എന്ത് പറ്റും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും.